ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്കിൻ്റെ ഒരു പാർട്ട് തീർത്തിരുന്നു. ഒരു പാർട്ടിനകത്ത് സോഷ്യൽ ഇൻറ്ററാക്ഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. സോഷ്യൽ ഇൻറ്ററാക്ഷനിൽ തന്നെ കോർപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, അക്കോമഡേഷൻ ആൻഡ് അസിമുലേഷൻ, ഇത്രയും ഈ ഒരു 5 ടോപ്പിക്കിനെ പറ്റിയിട്ടും അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സൊസൈറ്റിയിൽ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാവുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാണ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത പാർട്ട്, അതായത് അടുത്തൊരു സെക്ഷനാണ് മൊഡ്യൂൾ 4 തന്നെ. ഇനി ഒരു 3 സെക്ഷനും കൂടി ബാലൻസ് ഉണ്ട്. ആ 3 കൂടിയാണ് ഞാൻ കമ്പൈൻ ചെയ്ത് ഇന്നിപ്പോൾ വീഡിയോ ഇട്ടേക്കുന്നത്. അതായത് ഫസ്റ്റ്, അതായത് പാർട്ട് 2 ഫസ്റ്റ് 1 സോഷ്യൽ ചേഞ്ച്. സൊസൈറ്റിയിൽ ഇൻറ്ററാക്ഷൻ എങ്ങനെയാണോ, ഇൻറ്ററാക്ഷൻ ഉണ്ടാകുമ്പം തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചും അതിൻ്റെ തിയറീസും. തിയറീസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഓതേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്കോളേഴ്സ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് സോഷ്യൽ ചേഞ്ചിനെ പറ്റിയിട്ട് പറയുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് എന്താ പറയുക കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് തിയറീസ് ആയിട്ട് സോഷ്യൽ ചേഞ്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. സോഷ്യൽ ചേഞ്ച്. Social change is ever present in the world because change is the law of nature. ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് തന്നെ എപ്പോഴും കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ചേഞ്ച് എന്ന് പറയുന്നത്. ബിക്കോസ് ചേഞ്ച് എന്ന് പറയുന്നത് ലോ ഓഫ് നേച്ചറാണ്. നേച്ചറിൻ്റെ തന്നെ ഒരു ലോ ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. നാച്ചുറലി ചേഞ്ച് ഉണ്ടാവാറുണ്ട്, ആർട്ടിഫിഷ്യലിയും ചേഞ്ച് ഉണ്ടാവാറുണ്ട്. എങ്കിലും മോസ്റ്റ് പ്രോബബ്ലി നാച്ചുറൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് പ്രോബബ്ലി വരാറുള്ളത്. And society is influenced by many forces and factors that irresistibly cause changes. ഇപ്പം സൊസൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള ഫോഴ്സസ് വരാറുണ്ട്. ഇപ്പം ക്ലൈമറ്റിക്കലായിട്ടുള്ള ഫോഴ്സസ് വരാറുണ്ട്. അല്ലാണ്ട് നമ്മളിപ്പം എന്നാ പറയുക, ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ഇപ്പം 2 സൊസൈറ്റീസ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ ഒരു ഫോഴ്സായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതൊക്കെ ഒരു ഫാക്ടേഴ്സ്, ഇതെല്ലാം തന്നെയും ചേഞ്ചിന് കാരണമാകും. ഓക്കെ, അതെടുക്കണം. സോഷ്യൽ ചേഞ്ച് ഇസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നിന്ന് പോകുന്ന ഒരു പ്രോസസ്സല്ല ചേഞ്ച് എന്ന് പറയുന്നത്. ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ സൊസൈറ്റി ചേഞ്ച് ഇൻ സീസ്ലെസ് ഫ്ലക്സ് ആൻഡ് ഫ്ലോ. സൊസൈറ്റി ചേഞ്ച് എന്ന് പറയുന്ന ഒരു സീസ്ലെസ് ഫ്ലക്സ് ആൻഡ് ഫ്ലോയിലൂടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതിൻ്റെ മീനിങ് എന്താണ്, ഈ സോഷ്യൽ ചേഞ്ച് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണെങ്കിൽ അതിന് കുറച്ചും കൂടി ഒന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞേക്കാണ്. സോഷ്യൽ ചേഞ്ച് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ആൻഡ് ഇൻ്റർ റിലേഷൻസ്. നമ്മൾ നേരത്തെ മൊഡ്യൂൾ 4 ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരുന്നു. സോഷ്യൽ ഇൻറ്ററാക്ഷനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഇൻറ്ററാക്ഷനകത്ത് തന്നെ കോർപ്പറേഷൻ ഉണ്ടാവാറുണ്ടെന്നും കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ടെന്നും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ടെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ കോൺഫ്ലിക്റ്റും അത് കണക്ക് തന്നെ കോമ്പറ്റീഷൻ ആയാലും അക്കോമഡേഷൻ ആയാലും അസിമുലേഷൻ ആയാലും എല്ലാം തന്നെയും ഒരു ഇൻറ്ററാക്ഷൻ്റെ ഭാഗമാണ്, അല്ലെ, ഇൻറ്ററാക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ഇൻറ്ററാക്ഷനകത്തും ഇൻ്റർ റിലേഷനകത്തുമുള്ള ചേഞ്ചസിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യൽ ചേഞ്ച്. ഓക്കെ, അപ്പം സോഷ്യൽ ഇൻറ്ററാക്ഷനുമായിട്ട് സോഷ്യൽ ചേഞ്ചിന് ഡയറക്റ്റ് ബന്ധമുണ്ട്. അതെടുക്കണം. സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു വെബാണെന്ന് പറഞ്ഞു. ആൻഡ് ഹെൻസ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മീൻസ് എ ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോ വി നോ ദാറ്റ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നതും സോഷ്യൽ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ഡെഫിനിഷൻ. നമുക്ക് ഒരുപാട് ഓതേഴ്സ് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഞാൻ 2 എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അത് കിങ്സ്ലി ഡേവിസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നൊരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു കിങ്സ്ലി ഡേവിസ്, ബൈ സോഷ്യൽ ചേഞ്ച് ഈസ് മീൻ ഓൺലി സച്ച് ഓൾട്രേഷൻ ആസ് ഒക്കർ ഇൻ സോഷ്യൽ ഓർഗനൈസേഷൻ. ദാറ്റ് ഇസ് സ്ട്രക്ചറായിട്ടായാലും അല്ലെങ്കിൽ ഫങ്ഷനായിട്ടായാലും സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസിനെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് കിങ്സ്ലി ഡേവിസ് പറഞ്ഞത്. മജുംദാർ പറഞ്ഞു, സോഷ്യൽ ചേഞ്ച് മേ ബി ഡിഫൈൻഡ് ആസ് എ ന്യൂ ഫാഷൻ, ഒരു പുതിയൊരു ഫാഷൻ അല്ലെങ്കിൽ ഒരു മോഡ്, എയ്തർ മോഡിഫൈഡ്, ഒന്നുകിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തതോ അല്ലെങ്കിൽ അതിനെ മൊത്തത്തിലൊന്ന് റീപ്ലേസ് ചെയ്തതോ ആയിരിക്കാം.
ഓക്കെ, ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ. ഇതെവിടെയാണ് നടക്കുന്നത്? ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ ഓർ ഇൻ ആൻ ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ഒന്നുകിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലോ ഉണ്ടാവുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു മോഡിഫിക്കേഷനെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് മജുംദാർ എക്സ്പ്ലെയിൻ ചെയ്തത്. സോഷ്യൽ ചേഞ്ച് is occur when society change their condition according to their need. നീഡിനനുസരിച്ചാണ് നമ്മുടെ സൊസൈറ്റിയുടെ ചേഞ്ചും അതിൻ്റെ എന്താ പറയുന്നത് നീഡിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. സോഷ്യൽ ചേഞ്ച് പ്രോബബ്ലി ഒരു 3-4 ടൈപ്പിലുണ്ടാവും. ഒന്ന്, ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കിപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ സ്നോഫോളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ സ്നോഫോൾ വരികയാണ്. നമ്മുടെ നാട്ടിൽ സ്നോഫോൾ വരികയാണെങ്കിൽ നമ്മളത് പറയത്തില്ല, മഞ്ഞ് വീഴുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ നല്ലൊരു ചേഞ്ചാണല്ലോ, ഇതുവരെ വന്നിട്ടില്ലല്ലോ. ദാറ്റ് ഇസ് എ ചേഞ്ച്. അത് കണക്ക് തന്നെ നമ്മുടെ നാട്ടിൽ മഴ വരുന്ന ഒരു സീസൺ നമുക്കറിയാം, നമുക്ക് വെയിൽ കൂടുതലുള്ള സീസൺ അറിയാം, നല്ല കാറ്റുള്ള സമയം അറിയാം. ഇതൊക്കെ ക്ലൈമറ്റിക്കൽ ചേഞ്ചാണ്. കാലാവസ്ഥ മാറിയിട്ടുണ്ട് നമ്മൾ പറയില്ലേ. പിന്നെ ചേഞ്ച് ഇൻ മെറ്റീരിയൽ, ഇപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച്. പിന്നെ ചേഞ്ച് ഇൻ കൾച്ചർ, നമ്മളിപ്പം നേരത്തെ മുൻകാലങ്ങളിലൊക്കെ അപ്പം കല്യാണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് വടക്കോട്ടുള്ള കണ്ണൂർ, കോഴിക്കോട് ആ ഭാഗത്തോട്ടുള്ളവർ മാത്രമാണ് ഈ ഹൽദി മെഹന്തിയൊക്കെ ഭയങ്കര ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലും മുസ്ലിം വിഭാഗത്തിൽ മാത്രമായിരുന്നു മെഹന്തി കണ്ടുവന്നിരുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ ജനറേഷനിൽ നമ്മുടെ ഇന്നത്തെ കൾച്ചർ അനുസരിച്ച് നമ്മളിപ്പം ഹൽദി വെക്കുന്നുണ്ട്, മെഹന്തി വെക്കുന്നുണ്ട്, ബാച്ചിലർ പാർട്ടിയൊക്കെ വെക്കുന്നുണ്ട്, ഇപ്പം ഗേൾസിന് വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു ചേഞ്ച് ഇൻ കൾച്ചറൽ ചേഞ്ചസിൽ വരുന്ന ചേഞ്ചസാണ്. പിന്നെ ചേഞ്ച് ഇൻ ഗവേണൻസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ആൾക്കാരുടെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓരോ ഇൻ സംവോട്ട് ടൈം കഴിയുമ്പോഴത്തേക്കും അടുത്ത ഗവൺമെൻറ് ഭരണത്തിൽ വരും. ചിലപ്പോൾ സെയിം ഗവൺമെൻറ് തന്നെ ഭരിക്കാൻ വരും. അങ്ങനെ ഗവൺമെൻറ്റ്സിൽ ചേഞ്ച് വരാറുണ്ട്. പിന്നെ ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റൽ ചേഞ്ചസും വരാറുണ്ട്. ക്ലൈമറ്റൽ ചേഞ്ചും എൻവയോൺമെൻറ്റൽ ചേഞ്ചും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻവയോൺമെൻറ്റൽ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മളിപ്പം ക്ലൈമറ്റൽ ചേഞ്ചിൽ ഇപ്പം മഴ വന്നു, മഴയും കാറ്റും ഒക്കെ വന്ന് മഴ വന്നതൊക്കെ ക്ലൈമറ്റൽ ചേഞ്ചാണ്. ഈ മഴയും കാറ്റും കാരണം കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുകയും ആ സ്ഥലം മൊത്തം അല്ലെങ്കിൽ മരങ്ങൾ വീണ് നിറയെ മരങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങൾ മഴ വന്നതനുബന്ധിച്ച് ആ മരമെല്ലാം ഒടിഞ്ഞു വീണിട്ട് അത് മൊത്തം തരിശായ ഭൂമിയാവുന്നത് ദാറ്റ് ഇസ് എൻ എൻവയോൺമെൻറ്റൽ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഓൾ ദീസ് കോസസ് സൊസൈറ്റി to change into new better living condition to make life easier. So ഈ ചേഞ്ചസ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബെറ്റർ ലിവിങ് കണ്ടീഷൻ ഇൻ സം കേസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് വരുന്നത് നല്ലതിനും ഉണ്ടാവാറുണ്ട്, ചിലത് നമുക്ക് കുറേ മോശം അനുഭവങ്ങളും തരാറുണ്ട്. ബട്ട് മോസ്റ്റ് പ്രോബബിളി ഇത് ന്യൂ ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, അതായത് ചേഞ്ച് ഇൻ ടു ന്യൂ ബെറ്റർ ആൻഡ് ലിവിങ് കണ്ടീഷൻ ടു മേക്ക് ലൈഫ് ഈസിയർ. നമ്മുടെ ലൈഫ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടും ഈ ചേഞ്ചസ് സഹായിക്കും. പണ്ട് നമുക്ക് പറയുന്ന കണക്ക് മൊബൈൽ ഫോൺസ് അക്സസിബിൾ അല്ലായിരുന്നു. അന്നൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ലെറ്റർ ഇട്ട് അല്ലെങ്കിൽ ചെന്ന് പറഞ്ഞ് അത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ മാറില്ല. ജസ്റ്റ് ഫോൺ കോളിലൂടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? സോ അതുകൊണ്ട് തന്നെ ആ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാൻ സാധിച്ചില്ലേ? സോ ദാറ്റ്സ് ബെറ്റർ. പുതിയ ചേഞ്ചസൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് നന്നാക്കാനായിട്ട് നല്ലപോലെ തന്നെ സഹായിക്കുകയും ചെയ്തു. ഇതിന് സോഷ്യൽ ചേഞ്ചിന് കുറേ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ആൻഡ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോഷ്യൽ ചേഞ്ചസ് കണ്ടിന്യൂസ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അണ്ടർഗോയിങ് എൻഡ്ലെസ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ടെമ്പോറൽ, ടൈം റിലേറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ആയിരിക്കും എപ്പോഴും വരുന്നത്. കാരണം ടൈം സീക്വൻസ് എന്ന് പറയുന്നത് എപ്പോഴും സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. സോ ദ സോഷ്യൽ ചേഞ്ചസ് ടെമ്പോറൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് എൻവയോൺമെൻറ്റൽ. ഇറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ എ ജിയോഗ്രഫി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കൾച്ചർ കോണ്ടെക്സ്റ്റിനകത്തായിരിക്കും ആ ഒരു സോഷ്യൽ ചേഞ്ച് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ലോകത്ത് മൊത്തമുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോവിഡ് വൈറസ് ലോകത്ത് മൊത്തമായി നമുക്ക് അങ്ങനെ പറയാം. കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് പുതിയൊരു സംഭവം വന്നു, അത് വേണമെങ്കിൽ നമുക്ക് ടോട്ടലി നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ നോർമലി സോഷ്യൽ ചേഞ്ചിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പ്ലേസ് ആയിരിക്കും മിക്കവാറും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ എ ജോഗ്രഫിക് ഓർ ഫിസിക്കൽ ഓർ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഇൻ നേച്ചർ.
ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഹ്യൂമൻ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ ചേഞ്ച് ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സോഷ്യോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ചേഞ്ച് കൺസിസ്റ്റ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഇൻവോൾവ്സ് ഇൻ ദ ഹ്യൂമൻ ആസ്പെക്റ്റ്. ഹ്യൂമൻ ആസ്പെക്ട്സിനകത്തുള്ള ചേഞ്ചസ് ആണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് റിസൾട്ട് ഫ്രം ഇൻറ്ററാക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ഇൻറ്ററാക്ഷൻ കൊണ്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ സോഷ്യൽ ചേഞ്ച് മേ ക്രിയേറ്റ് ചെയിൻ റിയാക്ഷൻ. ഒരു ചെയിൻ റിയാക്ഷനായിട്ട് അത് വേണമെങ്കിൽ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് സോഷ്യൽ ചേഞ്ച്. ഇപ്പം ഇപ്പം നേരത്തെ കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഇപ്പം എൻ്റെയൊക്കെ അച്ഛൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു 1968-69 ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ സ്റ്റൈലായിരുന്നു മുടിയൊക്കെ വളർത്തി ആൾക്കാർ ഒരു മുടിയൊക്കെ വളർത്തി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം കാലങ്ങൾ ഇങ്ങനെ കടന്ന് പോയി ഒരു ലേറ്റ് 90s ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുടി വെട്ടുന്ന ആ ഒരു സ്റ്റൈലൊക്കെ മാറി. എല്ലാവരും ഭയങ്കര ഈ നേവി സ്റ്റൈൽ അല്ലെങ്കിൽ ഹെയർ കട്ട്, ആർമി കട്ടൊക്കെ ചെയ്യാനും അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ പിന്നെയും അതൊരു സൈക്ലിക്കായിട്ട് പിന്നെയും ബാക്ക് ടു ആ ഒരു പഴയ ഒരു ഇതിലോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും മുടിയൊക്കെ വളർത്തുന്നതും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലേക്ക് പോയിട്ടുണ്ട്. അന്ന് പക്ഷേ വേറൊരു രീതിയായിരുന്നു, അത് വെച്ച് ഇപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഇറ്റ് ഇസ് എ ചെയിൻ റിയാക്ഷൻ ഉണ്ട്. അതിനൊക്കെ പണ്ടത്തെ ഡ്രസ്സിങ് സ്റ്റൈൽസൊക്കെ ഇന്ന് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പഴയ ഫിലിംസൊക്കെ കണ്ടാലറിയാം അന്നത്തെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ കാലത്തും അതിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ചിനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചേഞ്ച് കൊണ്ടുവന്നു, പിന്നെയും ബാക്ക് ടു ആ പഴയതിലോട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഇസ് എ ചെയിൻ റിയാക്ഷൻ. ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻവോൾവ്സ് ടെമ്പോ ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് ഇൻവോൾവ്സ് ഒരു ടെമ്പോയും അതിനൊക്കെ ഒരു ഡയറക്ഷനും ആ ചേഞ്ചിൽ കാണാറുണ്ട്. ആൻഡ് സോഷ്യൽ ചേഞ്ച് മേ ബി പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ്. പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ചും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ തന്നെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ചേഞ്ചസും ഉണ്ടാവാറുണ്ട്. ഇത് ചിലപ്പോൾ ചെറിയൊരു ടൈം ബീയിങ്ങിൽ ചിലപ്പോൾ നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു ടൈം ബീയിങ്ങിലും നടക്കുന്ന സംഭവമായിരിക്കാം ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ടേം. ഇതൊരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ടേം ആണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സോഷ്യൽ ചേഞ്ചിനെ പറ്റിയിട്ടുള്ളത്. സോഷ്യൽ ചേഞ്ചിന് കുറച്ച് തിയറീസ് ഉണ്ട് പഠിക്കാനായിട്ട്. സോഷ്യൽ ചേഞ്ചിനെ പ്രതിപാദിക്കുന്ന കുറച്ച് തിയറീസ്, അതിനകത്ത് മൊത്തം 4 തിയറീസാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് എവല്യൂഷണറി തിയറി, 2 ഫങ്ഷണലിസ്റ്റിക് തിയറി, 3 സൈക്ലിക് തിയറി ആൻഡ് 4 തിയറിയാണ്. എവല്യൂഷണറി തിയറി, ഫങ്ഷണലിസ്റ്റിക് തിയറി, സൈക്ലിക് തിയറി ആൻഡ് കോൺഫ്ലിക്റ്റ് തിയറി. നമുക്കപ്പോൾ എവല്യൂഷണറി തിയറിയിലോട്ട് നോക്കാം. അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു ഡയഗ്രാം, നമ്മുടെ ഈ എവല്യൂഷണറി തിയറിയും അതിനൊക്കെ ആരൊക്കെയാണ് എന്താ പറയുന്നത്, ഓരോ സ്കോളേഴ്സ് ഓരോ തിയറീനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആരൊക്കെയാണ്, അതാണ് ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത്. തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, ഒന്ന് എവല്യൂഷണറി തിയറി, കോൺഫ്ലിക്റ്റ് തിയറി, സൈക്ലിക് തിയറി ആൻഡ് ഫങ്ഷണലിസ്റ്റ് തിയറി, 4 തിയറിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എവല്യൂഷണറി തിയറീനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത 3 ഓതേഴ്സ് അല്ലെങ്കിൽ 3 സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കോളേഴ്സാണ്. ഒന്ന് ഓഗസ്റ്റ് കോംറ്റെ നമുക്കറിയാം, ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്ന ആളാണ് ഓഗസ്റ്റ് കോംറ്റെ. പിന്നെ ലൂയിസ് ഹെൻറി മോർഗൻ, അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസർ. ഈ 3 പേരാണ് എവല്യൂഷണറി തിയറീനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺഫ്ലിക്റ്റ് തിയറീനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നത് കാൾ മാർക്സ്, ലൂയിസ് എ കോസർ ആൻഡ് റാഫ് ഡെറൻഡ്രോഫ് എന്നാണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. അതാണ് തന്നെ സൈക്ലിക്കൽ തിയറി, ഓസ്വാൾഡ് സ്പെൻസർ, അർണോൾഡ് ടി ടോയിൻബി, P.A. സൊറോക്കിൻ ആൻഡ് വെൽഫ്രെഡോ പാരറ്റോ. സൈക്ലിക്കൽ തിയറീനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത 4 ഓതേഴ്സാണ്. പിന്നെ ഫങ്ഷണലിസ്റ്റിക് തിയറി, അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ടാൽകോട്ട് പാഴ്സൺ, വില്യം എഫ് ഒക്ബോൺ. ഇത്രയും പേരാണ് തിയറീസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നത്തെ എല്ലാവരുടെയും വ്യൂസ് ഞാൻ പറയുന്നില്ല, ടോട്ടൽ എന്താണ് തിയറീസ്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ എവല്യൂഷണറി theories are based on the assumption that societies gradually change from simple beginning into even complex form. ഇപ്പം എവല്യൂഷണറി തിയറി, നമുക്ക് എവല്യൂഷണറി തിയറി എന്ന് പറയുന്ന സമയത്ത് ഒരാളെ പെട്ടെന്ന് ഓർമ്മ വരും ഡാർവിനെ ഓർമ്മ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം
അതായത് എവല്യൂഷൻ, ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷനകത്ത് ആ എവല്യൂഷൻ്റെ ബേസിൽ തന്നെയാണ് ഈ എവല്യൂഷണറി തിയറിയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാർവിൻ്റെ തിയറി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്, ആ എവല്യൂഷണറി തിയറിക്കകത്ത് തന്നെ പറയുന്നുണ്ട് ആദ്യം ഒരു സിമ്പിൾ ഫോമിൽ നിന്ന് കോംപ്ലക്സ് ഫോമിലേക്കാണ് എത്തുന്നതെന്ന് പറയുന്നുണ്ട്. ആസ് ദ സെയിം വേ ഇതിനകത്ത് എന്താണ് പറയുന്നത്, സൊസൈറ്റി ഗ്രാജുവലി ചേഞ്ച് ആവും ഫ്രം സിമ്പിൾ ബിഗിനിങ്, ആദ്യം ഉണ്ടാകുന്ന ചെറിയൊരു ബിഗിനിങ് ആയിരിക്കും, ഇൻ ടു ഈവൻ കോംപ്ലക്സ് ഫോം, ഒരു കോംപ്ലക്സ് ഫോമിലേക്ക് വരെ ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അക്കോർഡിംഗ് ടു ഏർലി സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റ് കോംറ്റയും അതുപോലെ തന്നെ മോർഗനും ഒക്കെ തന്നെ ഏർലി സോഷ്യോളജിസ്റ്റാണ്, അല്ലെങ്കിൽ ഹെർബർട്ട് സ്പെൻസർ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു ഏർലി സോഷ്യോളജിസ്റ്റ്, സോഷ്യൽ ചേഞ്ചസ് മെയിൻ പ്രോഗ്രസ് ടുവേർഡ് സംതിങ് ബെറ്റർ. അപ്പം സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു മെയിൻ പ്രോഗ്രസ് ആണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു പ്രോഗ്രസ് ആണ് ടുവേർഡ് സംതിങ് ബെറ്റർ, നല്ല എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഈ സോഷ്യൽ ചേഞ്ച്. അതാണ് എവല്യൂഷണറി തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ദേ സോ ദ ചേഞ്ചസ് മീൻസ് ദ ഏർലി സോഷ്യോളജിസ്റ്റ് സോ ദ ചേഞ്ചസ് ആസ് പോസിറ്റീവ് ആൻഡ് ബെനഫിഷ്യൽ. അവർ ഈ ഒരു ചേഞ്ചിനെ കണ്ടത്, എവല്യൂഷണറി തിയറിയിൽ അവർ ഈ ഒരു സോഷ്യൽ ചേഞ്ചിനെ കണ്ടത് വളരെ പോസിറ്റീവായിട്ട്, അതിനൊക്കെ തന്നെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ ചേഞ്ച് എന്ന് പറയുന്നത് അത്രയും ബെനിഫിറ്റഡ് ആണ് എന്നാണ് അവരതിനെ കണ്ടത്. ആൻഡ് എവല്യൂഷണറി പ്രോസസ് ഇംപ്ലൈസ് ദാറ്റ് സൊസൈറ്റീസ് വുഡ് നെസസറിലി റീച്ച് ന്യൂ ആൻഡ് ഹയർ ലെവൽ ഓഫ് സിവിലൈസേഷൻ. ആൻഡ് എവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറയുന്നത് സൊസൈറ്റി ഉറപ്പായിട്ടും ഒരു നല്ലൊരു ലെവലിൽ, അല്ലെങ്കിൽ പുതിയ ഒരു ലെവൽ ഓഫ് സിവിലൈസേഷനിലോട്ട് എത്താനായിട്ട് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷണറി പ്രോസസ്സ് പറയുന്നുണ്ട്. അങ്ങനെ evolutionary theory assumes that there is a consistent direction of change, അല്ലെങ്കിൽ social change, carrying all societies through similar sequence of stages from the original to the final stage of development. എവല്യൂഷണറി തിയറിക്ക് എപ്പോഴും ഒരു എന്നാ പറയുന്നത്, സൊസൈറ്റിയിൽ എപ്പോഴും ചേഞ്ചസ് ക്യാരി ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമിലർ ആയിട്ടുള്ള സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഉണ്ടാവും. മോസ്റ്റ് പ്രോബബിലി ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ചേഞ്ചിന് വേണ്ടിയിട്ട്, നമ്മളിപ്പം നാച്ചുറലി ഉണ്ടാവാതെ ആർട്ടിഫിഷ്യലി ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സീക്വൻസ് ഓഫ് സ്റ്റേജസ്, ഒരുപാട് സ്റ്റേജസ് ഉണ്ടാവും ഫ്രം ദ ഒറിജിനൽ ടു ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്താണോ ഒറിജിനലായിട്ടുള്ള ആ ഒരു ചേഞ്ച്, അതിനെ മാറ്റി ഒരു ഫൈനൽ ഡെവലപ്മെൻറ്റ് എന്താണോ അതിനൊരു സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഉണ്ടായിരിക്കും. എവല്യൂഷണറി തിയറിയുടെ അസ്യൂംസ് ആണ്. ആൻഡ് എവല്യൂഷണറി തിയറി ഇംപ്ലൈസ് ദാറ്റ് വെൻ ദ ഫൈനൽ സ്റ്റേജ് ഈസ് റീച്ച്ഡ്, ആ ഒരു ഫൈനൽ സ്റ്റേജ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവല്യൂഷണറി തിയറി വിൽ എൻഡ്. ഇതായിരുന്നു എവല്യൂഷണറി തിയറിയുടെ ഒരു ഓവറോൾ അസംഷൻ അബൌട്ട് സോഷ്യൽ ചേഞ്ച്. അദ്ദേഹം അല്ലെങ്കിൽ ആ ചേഞ്ചിന് ശേഷം ബാക്ക് ടു വീണ്ടും ആദ്യം തൊട്ടൊരു സൈക്ലിക് പ്രോസസ്സ് ആവും എന്നൊന്നും എവല്യൂഷണറി തിയറിക്കകത്ത് പറയുന്നില്ല. എന്താണോ എത്തി നിൽക്കുന്നത് ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പം ഉള്ളത് എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നൊരു കൾച്ചർ അത് മാറി ഇന്നത്തെ ഒരു കൾച്ചറായി, ഈ പുതിയ കൾച്ചർ ആയതുവരെയുള്ള എവല്യൂഷണറി തിയറി, അല്ലാണ്ട് അടുത്തത് വരും എന്നുള്ള ഒരു എക്സ്പ്ലനേഷനൊന്നും എവല്യൂഷണറി തിയറിക്കകത്ത് പറയുന്നില്ലായിരുന്നു. ടൈപ്സ് ഓഫ് എവല്യൂഷണറി തിയറി, 2 ടൈപ്സ് ഓഫ് എവല്യൂഷണറി തിയറിയാണുള്ളത്. ഒന്ന് യൂണിലീനിയർ എവല്യൂഷണറി തിയറി, അത് പ്രൊപ്പോസ് ചെയ്തേക്കുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ്. ത്രൂ ദിസ് തിയറി, ആ ഒരു തിയറി കണ്ടന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഓൾ സൊസൈറ്റി പാസ് ത്രൂ ദ സെയിം സക്സസീവ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ആൻഡ് റീച്ച് ദ സെയിം. ഈ യൂണിലീനിയർ എവല്യൂഷണറി തിയറിക്കകത്ത് പറയുന്നത് എല്ലാ സൊസൈറ്റിയും, ഓൾ സൊസൈറ്റി പാസ് ത്രൂ ദ സെയിം സക്സസീവ് സ്റ്റേജ്, എല്ലാ സൊസൈറ്റിയും സെയിം വേയിൽ തന്നെ അവരുടെ എവല്യൂഷൻ്റെ ആ ഒരു സ്റ്റേജിൽ റീച്ച് ചെയ്യാവൂ. അത് കണക്ക് തന്നെ ആ സ്റ്റേജസ്, സക്സസീവ് സ്റ്റേജസ്, എവല്യൂഷൻ്റെ സക്സസീവ് സ്റ്റേജസ് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ റീച്ച് ചെയ്യുന്ന ആ ഒരു എന്നാ പറയുന്ന ചേഞ്ചിൻ്റെ ആ ഒരു റീച്ച് ചെയ്യുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അതും സെയിം ആയിരിക്കണം എന്നാണ് യൂണിലീനിയർ എവല്യൂഷണറി തിയറി പറയുന്നത്. അതായത് ഒറ്റ ലൈൻ മാത്രം, അതായത് ഒറ്റ ഒരു സൈഡ് മാത്രമേ യൂണിലീനിയർ എവല്യൂഷണറി തിയറി പറയുന്നുള്ളൂ.
മൾട്ടി ലീനിയർ എവല്യൂഷണറി തിയറി അല്ലെങ്കിൽ മൾട്ടി ലീനിയർ തിയറി. ആ തിയറി പ്രപ്പോസ് ചെയ്തത് ഗെർഹാർഡ് ലെൻസ്കിയാണ്. അദ്ദേഹം പറഞ്ഞത് ദിസ് തിയറി ഹോൾസ് ദാറ്റ് ചേഞ്ച് ക്യാൻ ഒക്കർ ഇൻ സെവറൽ വേയ്സ്. മറ്റേത് പറഞ്ഞ ഒറ്റ വേയിലേ ചേഞ്ച് വരാൻ പറ്റുള്ളൂ, ഒറ്റ സെയിം സെയിം ആ ഒരു റീച്ചിൽ എത്താൻ പാടുള്ളൂ എന്നൊക്കെയാണ് യൂണിലീനിയർ പറഞ്ഞത്. മൾട്ടി ലീനിയർ പറഞ്ഞു ചേഞ്ചസ് ക്യാൻ ഒക്കർ ഇൻ സെവറൽ വേ, പല വേയിലും ചേഞ്ചസ് വേണമെങ്കിൽ ഒക്കർ ചെയ്യും. ആൻഡ് ഡസ് നോട്ട് ഇന്നെവിറ്റബിൾ ടു ലീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതുപോലെ തന്നെ അത് സെവറൽ വേസിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അതിനൊരു ഡയറക്ഷൻ ഒന്നും തന്നെ നമുക്ക് കൊടുക്കാനും സാധിക്കില്ല. അതിൻ്റെ ഒരു ഫ്ലോയിൽ അതങ്ങ് പോവും, ആ ഫ്ലോയിൽ ചെന്ന് അത് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു രീതിയാണ് മൾട്ടി ലീനിയർ. പല വേയിലൂടെ പല രീതിയിൽ ചേഞ്ചസ് വരും എന്നുള്ളൊരു ഐഡിയ ആണ് ഗെർഹാർഡ് ലെൻസ്കി തന്നത്. കുറച്ചും കൂടി നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു തിയറിയാണ് മൾട്ടി ലീനിയർ തിയറി പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് തിയറി functionalistic theory. Functionalistic theory emphasize what maintain the society. എന്താണ് സൊസൈറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കാരണമായത്, ഇന്ന് ഈ സൊസൈറ്റി നിൽക്കാനായിട്ടുള്ള കാരണം എന്താണ്, ഇത് മാത്രമേ ഫങ്ഷണലിസ്റ്റിക് തിയറി നോക്കുകയുള്ളൂ. അല്ലാണ്ട് എന്താണ് ഇതിനെ ചേഞ്ച് ചെയ്തത് എന്ന് ഫങ്ഷണലിസ്റ്റിക് തിയറി നോക്കുള്ളൂ. അതായത് ഫങ്ഷൻസ് മാത്രമേ നോക്കുകയുള്ളൂ, അതിൻ്റെ കാരണമായ ആൾക്കാരെയൊന്നും ഫങ്ഷണലിസ്റ്റിക് തിയറിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടാൽകോട്ട് പാസൺ, അദ്ദേഹമാണ് ഒരു ഫങ്ഷണലിസ്റ്റാണ്. ടാൽകോട്ട് പാസൺ ഈസ് വൺ ഓഫ് ദ മെയിൻ ഫങ്ഷണലിസ്റ്റ്. സോ സൊസൈറ്റി ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ് ആസ് ബീയിങ് സ്റ്റേബിൾ ആൻഡ് ബാലൻസ്ഡ്. അദ്ദേഹം സൊസൈറ്റീനെ കണ്ടത് ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ആസ് എ സ്റ്റേബിൾ ബീയിങ് ആയിട്ട്, ഒരു നമ്മുടെ സൊസൈറ്റീനെ ഒരു സ്റ്റേബിളും അതുകണക്ക് തന്നെ ബാലൻസ്ഡുമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ടാൽകോട്ട് പാസൺ ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ സൊസൈറ്റീനെ കണ്ടത്. അദ്ദേഹം ആ ഒരു ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ ആ ഒരു സ്റ്റേബിലിറ്റി, ആ ഒരു സ്റ്റേറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഒരു പുതിയൊരു തിയറിയും കൂടി ടാൽകോട്ട് പാസൺ തന്നെ ഈ പുതിയൊരു തിയറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇക്വിലിബ്രിയം തിയറി. അദ്ദേഹം പറഞ്ഞു ബീയിങ് സ്റ്റേബിൾ ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിട്ടാണ് സൊസൈറ്റീനെ കണ്ടെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇക്വിലിബ്രിയം തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ത്രൂ ദിസ് തിയറി ത്രൂ ടാൽകോട്ട് പാസൺ ട്രൈസ് ടു സേ ദാറ്റ് ചേഞ്ചസ് ഒക്കർ ഇൻ വൺ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. ചേഞ്ച് എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് സൊസൈറ്റിയുടെ ഒരു പാർട്ടിലാണ്. ദെയർ മസ്റ്റ് ബി അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ അതർ പാർട്ട്. ചേഞ്ച് ഉണ്ടാവും, ചേഞ്ച് ഉണ്ടായാൽ ഉറപ്പായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു പാർട്ടിൽ ചേഞ്ച് ഉണ്ടാവും, ഇൻ അതർ പാർട്ട് there must be adjustment in other part. If this not happen, അതായത് ഈ ചേഞ്ചും ഈ അഡ്ജസ്റ്റ്മെൻറ്റും നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ വിൽ ഒക്കെ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അതായത് ഒരു ചേഞ്ച് വന്നില്ല, ആ ഓൾഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കില്ല. സോ if this not happen, strain will occur and society's equilibrium will be threatened. ഈ ചേഞ്ചും ഈ അഡ്ജസ്റ്റ്മെൻറ്റും നടന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് നമ്മുടെ സൊസൈറ്റിയുടെ ഇക്വിലിബ്രിയം, അതായത് ആ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലാവും. ഇതായിരുന്നു ഇക്വിലിബ്രിയം തിയറിയിലൂടെ ടാൽകോട്ട് പാസൺ പറയാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം തന്നെ സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമാണ് ഇക്വിലിബ്രിയം തിയറി എല്ലാം തന്നെ. അടുത്ത സൈക്ലിക്കൽ തിയറി നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. സൈക്ലിക്കലായിട്ടുള്ള ഒരു വേ ആയിരിക്കും എന്നൊരു തോന്നലുണ്ട്. സോ സൈക്ലിക്കൽ തിയറി ഫോക്കസസ് ഓൺ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് സിവിലൈസേഷൻ, അറ്റംപ്റ്റിംഗ് ടു ഡിസ്കവർ ആൻഡ് അക്കൗണ്ട് ഓഫ് ദിസ് പാറ്റേൺ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡീക്കേ. പ്രോബബ്ലി ഗ്രോത്ത് ആൻഡ് ഡീക്കേ ആ ഒരു പാറ്റേണിനെ പറ്റിയിട്ടാണ് സൈക്ലിക്കൽ തിയറിയിൽ ഏറ്റവും കൂടുതലും പറഞ്ഞത്. പിന്നെ റൈസ് ആൻഡ് ഫാൾ ഓഫ് സിവിലൈസേഷൻ, നമ്മുടെ സിവിലൈസേഷൻ്റെ റൈസും അതിനൊക്കെ തന്നെ ഫോളോ ഒക്കെ തന്നെയാണ് സൈക്ലിക്കൽ തിയറിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അറ്റംപ്റ്റ് ടു ഡിസ്കവർ ആൻഡ് അക്കൗണ്ട് ഓഫ് ദീസ് പാറ്റേൺ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡീക്കേനെ പറ്റിയിട്ടൊക്കെയാണ് സൈക്ലിക്കൽ തിയറിയിൽ മെയിനായിട്ട് പ്രതിപാദിക്കുന്ന കുറേ കാരണങ്ങൾ. എന്നിട്ടിപ്പം ഒബിയസ്ലി കുറേ ആൾക്കാർ സൈക്ലിക്കൽ തിയറീനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അതാരൊക്കെയാണ്? സ്പെൻഗ്ലർ, ടോയിൻബി ആൻഡ് സൊറോക്കിൻ.
ക്യാൻ ബി റിഗാർഡഡ് ആസ് ദ ചാമ്പ്യൻസ് ഓഫ് ദിസ് തിയറി. ഈ തിയറിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഒരു ഐഡിയ തന്ന 3 ആൾക്കാരാണ് സ്പെങ്ലറും ടോയിൻബിയും സൊറോക്കിനും. ഇത് അവരുടെ എല്ലാം വ്യൂ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓസ്വാൾഡ് സ്പെൻഗ്ലർ. സ്പെൻഗ്ലറിൻ്റെ വ്യൂവിൽ പറഞ്ഞത് ദ ഡെസ്റ്റിനി ഓഫ് സിവിലൈസേഷൻ. അദ്ദേഹത്തിൻ്റെ സൈക്ലിക് ചേഞ്ച് അല്ലെങ്കിൽ സൈക്ലിക് തിയറിക്കകത്ത് അദ്ദേഹം പറഞ്ഞത് ദ ഡെസ്റ്റിനി ഓഫ് സിവിലൈസേഷനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറഞ്ഞത്. ദാറ്റ് ഈസ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ദ ഫാക്ട് ഓഫ് സിവിലൈസേഷൻ വാസ് ദ മാറ്റർ ഓഫ് ഡെസ്റ്റിനി. സിവിലൈസേഷൻ്റെ മാറ്റർ എന്ന് പറയുന്നത് ഡെസ്റ്റിനിക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദിസ് തിയറി പോയിൻറ്റ്സ് ദാറ്റ് എവറി സൊസൈറ്റി അണ്ടർഗോസ് എ ഫിനോമിനൻ ഓഫ് സൈക്ലിക് ചേഞ്ച്. സൈക്ലിക് ചേഞ്ച് എല്ലാ സൊസൈറ്റിയും സൈക്ലിക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫിനോമിനലിലൂടെ തന്നെയാണ് പോകുന്നത്. സൈക്ലിക് ചേഞ്ച് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുന്ന ഒരു പ്രോസസ്സാണ് സൈക്ലിക്. ആ ഒരു ഫിനോമിനയാണ് എന്ന് ഓസ്വാൾഡ് സ്പെൻഗ്ലർ ഈ തിയറിയിലൂടെ പോയിൻ്റ് ഔട്ട് ചെയ്തു. ഈച്ച് സിവിലൈസേഷൻ ഈസ് ലൈക്ക് എ ബയോളജിക്കൽ ഓർഗാനിസം ആൻഡ് ഹാസ് എ സിമിലർ ലൈഫ് സൈക്കിൾ. എല്ലാ സിവിലൈസേഷനും ഒരു ബയോളജിക്കൽ ഓർഗാനിസം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ആൻഡ് ഹാസ് എ സിമിലർ ലൈഫ് സൈക്കിൾ. നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ് നമുക്കൊരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. ബർത്ത്, മെച്യൂരിറ്റി, ഓൾഡ് ഏജ്, ഡെത്ത് എന്നൊക്കെ പറയുന്ന കണക്ക്. സോ അതുപോലെ തന്നെ നമ്മുടെ സിവിലൈസേഷനും ഒരു സൈക്ലിക്കായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും. അറ്റ് ഹിസ് ഐഡിയ ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ എത്തിച്ചേരുന്ന ആ ഒരു നമ്മുടെ ഡെസ്റ്റിനി ഇന്നാണെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഡെസ്റ്റിനി ഈസ് ഹാർഡ്ലി ആൻ അഡ്വക്കേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്. ഹാർഡ്ലി ആൻ അഡ്വക്കേറ്റ് എക്സ്പ്ലനേഷൻ ഫോർ സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരു അഡ്വക്കേറ്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നു ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് ബയോളജിക്കൽ അനലോജി ഈസ് ടു അൺറിയലിസ്റ്റിക് ആൻഡ് ഹിസ് വർക്ക് ഇസ് ടു മിസ്റ്റിക് ആൻഡ് സ്പെക്യുലേറ്റീവ്. ഇദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ അനലോജി, അതായത് ഇതൊരു സൈക്ലിക്, ഒരു ഹ്യൂമൻ്റെ ബർത്ത്, മെച്യൂരിറ്റി, ഓൾഡ് ഏജ്, ഡെത്ത്, ആ ഒരു സൈക്ലിക് ആയിട്ടുള്ള ആ ഒരു ഇതിന് അൺറിയലിസ്റ്റിക് ആയിട്ടാണ് കണ്ടിരുന്നത്. ടു അൺറിയലിസ്റ്റിക് ആൻഡ് ഹിസ് വർക്ക് ഇസ് ടു മിസ്റ്റിക് ആയിട്ടുള്ള വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്പെക്കുലേറ്റീവ് ആയിട്ടായിരുന്നു ഓസ്വാൾഡ് സ്പെൻഗ്ലറിൻ്റെ ഡെസ്റ്റിനി ആണ് പറഞ്ഞിരിക്കുന്നത്. ഡെസ്റ്റിനി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹ സബലീകരണമൊക്കെയാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിനെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ചേഞ്ചിന് ഒരിക്കലും ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ അനലോജിയും അൺറിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യൂവിനെ ആ ഒരു രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തു. അതിനുശേഷം പുതിയൊരു എക്സ്പ്ലനേഷൻ, അതായത് നമ്മുടെ സൈക്ലിക്കൽ ചേഞ്ചിന് പുതിയൊരു എക്സ്പ്ലനേഷൻ തന്ന ഒരാളാണ് ടോയിൻബി തന്നൊരു എക്സ്പ്ലനേഷനാണ് ചലഞ്ച് ആൻഡ് റെസ്പോൺസ്. ഓക്കെ, ചലഞ്ചും റെസ്പോൺസും. ചലഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു റെസ്പോൺസ് ഉണ്ടാകും. റെസ്പോൺസ് ഇതിന് കാരണമാകും, ചേഞ്ചസിന് കാരണമാകും. ഇതായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന ഒരു എക്സ്പ്ലനേഷൻ. ദ കീ കോൺസെപ്റ്റ് ഇൻ ടോയിൻബീസ് തിയറി ഈസ് ചലഞ്ച് ആൻഡ് റെസ്പോൺസ്. അദ്ദേഹത്തിൻ്റെ മെയിൻ പോയിൻ്റ് ചലഞ്ചും റെസ്പോൺസും ആണെന്ന്. എവറി സൊസൈറ്റി ഫേസ് ചാലഞ്ചസ്. എല്ലാ സൊസൈറ്റിയും ആദ്യം എന്താണ് ഫേസ് ചെയ്യുന്നത്? ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്. ചലഞ്ചസ് പോസ്ഡ് ബൈ ദ എൻവയോൺമെൻറ്റ്. ചലഞ്ചസ് എവിടെ നിന്നായിരിക്കും ഉണ്ടാകുന്നത്? എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ലേറ്റർ ചലഞ്ചസ് ഫ്രം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എനിമീസ്. ഒന്ന് എൻവയോൺമെൻറ്റലായിട്ട് ഉള്ള ചലഞ്ചസ് ഉണ്ടാവാം, അല്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എനിമീസ് നിന്നുണ്ടാവുന്ന ചലഞ്ചസും ഉണ്ടാവും. എല്ലാ സൊസൈറ്റിയിലും ഇങ്ങനെ തന്നെ ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. ദ നേച്ചർ ഓഫ് റെസ്പോൺസസ് ഡിറ്റർമൈൻ ദ സൊസൈറ്റീസ് ഫേറ്റ്. എങ്ങനെയാണ് ആ ചലഞ്ചസിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്? ഓക്കെ, ചലഞ്ചസ് പല രീതിയിൽ ഉണ്ടാവാമെന്ന് പറഞ്ഞു. ആ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു, അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ വിധി, അല്ലെങ്കിൽ സൊസൈറ്റീസ് ഫേറ്റ് എന്ന് പറയുന്നത് ആ റെസ്പോൺസാണ്. ടോയിൻബീസ് വ്യൂസ് ആർ മോർ ഒപ്റ്റിമിസ്റ്റിക് ദാൻ സ്പെൻഗ്ലറിൻ്റെ വ്യൂവിനേക്കാളിലും കുറച്ചും കൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു നമ്മുടെ ടോയിൻബിയുടെ വ്യൂസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഹി ഹാസ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ്
ഹിസ്റ്ററി ഈസ് എ സീരീസ് ഓഫ് സൈക്കിൾ ഓഫ് ഡീകേ ആൻഡ് ഗ്രോത്ത്. അദ്ദേഹം പറഞ്ഞത് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് സൈക്കിൾ ഓഫ് ഡീകേ ആൻഡ് ഗ്രോത്ത്. ഡീകേ ചെയ്യും, അതുപോലെ തന്നെ ഗ്രോത്തിൻ്റെയും തന്നെ ഒരു സൈക്കിളാണെന്ന് പറഞ്ഞു. മറ്റേത് അങ്ങനെ അല്ലാതെ ലൈഫ് പോയി, ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, മെച്യൂരിറ്റി ആയി, പിന്നെ മരിച്ചുപോയി, പിന്നെ അതിനകത്തുള്ളൊരു പുനർജീവൻ അങ്ങനെയൊന്നുമില്ല. ഹ്യൂമനിൽ അങ്ങനെ വരുന്നില്ല. എങ്കിലും അദ്ദേഹം ആ ഒരു നെക്സ്റ്റ് ഒരു സോഷ്യൽ ചേഞ്ചിനെ പറ്റിയിട്ട് പറയുന്നില്ല. അനലോളജി, ബയോളജിക്കൽ അനലോളജിയാണ് സ്പെങ്ലർ പറഞ്ഞത്. ടോയിൻബി കുറച്ചും കൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് സൈക്കിൾ, ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് സൈക്കിൾ ഓഫ് ഡീകേ ആൻഡ് ഗ്രോത്ത് ആണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് സൊറോക്കിൻ മൂന്നാമത്തെ ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിങ്കറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് സെൻസേറ്റ് ആൻഡ് ഐഡിയേഷണൽ കൾച്ചർ. സെൻസേറ്റ് ആൻഡ് ഐഡിയേഷണൽ കൾച്ചർ. ഹിസ് വർക്ക് ഹാസ് മോർ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ സോഷ്യോളജിക്കൽ തിങ്കിങ്. സോഷ്യോളജിക്കൽ തിങ്കിങ്ങിൽ ഒരുപാട് ഇമ്പാക്റ്റ് കൊണ്ടുവന്ന ഒരു വർക്കായിരുന്നു സൊറോക്കിൻ്റെത്. ദ സെൻസേറ്റ് കൾച്ചർ സ്ട്രെസ്സസ് ദോസ് തിങ് വിച്ച് ക്യാൻ ബി പെർസീവ്ഡ് ഡയറക്ട്ലി ബൈ ദ സെൻസസ്. ദ സെൻസേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് തിങ്സ് വിച്ച് ക്യാൻ ബി പെർസീവ്ഡ് ഡയറക്ട്ലി ബൈ ദ സെൻസസ്. ത്രൂ ദ സെൻസസ് ഓൺലി ഇറ്റ് ഈസ് പെർസീവ്ഡ്. അതിനെ പെർസീവ് ചെയ്യുന്നത് നമ്മുടെ സെൻസസ് കൊണ്ടാണ്. അതെപ്പോഴും ഒരു പ്രാക്ടിക്കൽ, അത് കണക്കിന് ലോജിക്കൽ വേ ഓഫ് തിങ്കിങ് ആയിരുന്നു സെൻസേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഐഡിയേഷണൽ കൾച്ചർ എംഫസൈസ് ദോസ് തിങ്സ് വിച്ച് ക്യാൻ ബി പെർസീവ്ഡ് ഓൺലി ബൈ ദ മൈൻഡ്. മറ്റേത് സെൻസും ഇത് മൈൻഡുമായിരുന്നു. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, ഫെയ്ത്തിനെ പറ്റിയിട്ട് അതിനൊക്കെ അൾട്ടിമേറ്റ് ട്രൂത്തിനെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡ്, നമ്മുടെ മൈൻഡ് തിങ്ക് ചെയ്യുന്നതും നമ്മുടെ സെൻസസ് തിങ്ക് ചെയ്യുന്നതും. ആ രണ്ട് രീതിയിലായിരുന്നു അദ്ദേഹം സോഷ്യൽ ചേഞ്ചിന് എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ സൈക്ലിക് തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് സെൻസേറ്റും ഐഡിയേഷണൽ കൾച്ചറുമായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഈ മൂന്ന് സ്കോളേഴ്സാണ് സൈക്ലിക് തിയറീനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തത് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് തിയറി. കോൺഫ്ലിക്റ്റ് തിയറി എംഫസൈസ് ഓൺ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫോഴ്സസ് ഇൻ ദ സൊസൈറ്റി. നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ സോഷ്യൽ ചേഞ്ചിലും കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇറ്റ് എംഫസൈസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ഫോഴ്സസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് കോൺഫ്ലിക്റ്റ് തിയറി മെയിനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഈ കോൺഫ്ലിക്റ്റും സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നുള്ള രീതിയിലാണ്. സോ ദേ കൺസിഡർ ദ കോൺഫ്ലിക്റ്റ് responsible for bringing the change in the society. They regards economic disparities as main reason for the conflict between the force. So കോൺഫ്ലിക്റ്റ് ചേഞ്ചിനകത്ത് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് ദ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി എവിടെയാണ്? എക്കണോമിക് ഡിസ്പാരിറ്റിയിലാണെങ്കിലും അത് കണക്ക് തന്നെ ഒരുപാട് വേറെ, ഇപ്പം നമ്മൾ പറയുമ്പോൾ ഹെൽത്ത്, വെൽത്ത്, എന്തിനകത്താണെങ്കിലും കോൺഫ്ലിക്റ്റ് ഇപ്പം വരുന്നുണ്ട്. എല്ലാവരും കോമ്പറ്റീഷൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. സോ കോൺഫ്ലിക്റ്റ് തിയറിക്കകത്ത് കൺസിഡർ ചെയ്തേക്കുന്നത് ദ കോൺഫ്ലിക്റ്റ് റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് ദ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ദേ റിഗാർഡ്സ് എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആസ് എ മെയിൻ റീസൺ. എക്കണോമിക് ഡിസ്പാരിറ്റിയാണ് ഏറ്റവും മെയിൻ റീസൺ ഫോർ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള മെയിൻ റീസൺസ് എക്കണോമിക് ആയിട്ടുള്ള എന്നാ പറയുന്നത് ആ മുൻതൂക്കങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. സപ്പോർട്ടേഴ്സ് ഓഫ് ദിസ് തിയറി ആരൊക്കെയാണ്? ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് കാൾ മാക്സും റാൾഫ് ഡെറൻഡോഫ് എന്നാണെന്നാണ് തോന്നുന്നു കേട്ടോ. ഞാൻ നേരത്തെ അത് പറഞ്ഞായിരുന്നു. പ്രൊനൗൺസിയേഷൻ ആസ് യു വിഷ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ പ്രൊനൗൺസ് ചെയ്യുക. ആൻഡ് ഓൾ ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. കാൾ മാർക്സിൻ്റെ ഒരു വേർഡാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വേർഡാണ് ഓൾ ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹിസ്റ്ററി ഓഫ് ക്ലാസ്സുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് എന്ന് കാൾ മാർക്സ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോൺഫ്ലിക്റ്റ്. ഇപ്പം ഇത്രയും തിയറീസാണ് നമുക്ക് സോഷ്യൽ ചേഞ്ചിനകത്ത് മെയിൻ പഠിക്കാനായിട്ടുള്ളത്. എവല്യൂഷണറി തിയറി, ഫങ്ഷണലിസ്റ്റിക് തിയറി, സൈക്ലിക് തിയറി ആൻഡ് കോൺഫ്ലിക്റ്റ് തിയറി. 4 തിയറീസാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇപ്പം പറഞ്ഞത്. അടുത്തത് നെക്സ്റ്റ് നമ്മുടെ
പാർട്ട് 2 ആണ്, സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്കിൻ്റെ പാർട്ട് 2 ആണെന്ന് പറഞ്ഞു. മൊഡ്യൂൾ 4 പാർട്ട് 2 ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞ്. ഈ പാർട്ട് 2 തന്നെ അടുത്ത ഒരു സെക്ഷനാണ് സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ ഇൻറ്ററാക്ഷൻ പറഞ്ഞു, സോഷ്യൽ ചേഞ്ച് പറഞ്ഞു, അടുത്തത് സോഷ്യൽ സിസ്റ്റം. ഓക്കെ, എന്താണ് സോഷ്യൽ സിസ്റ്റം? അതിന് മുന്നേ എന്താണ് സിസ്റ്റം? സോഷ്യൽ സിസ്റ്റം അവിടെ നിൽക്കട്ടെ. സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് പാർട്സ്. ഓക്കെ, സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓർഡർലി അറേഞ്ച് ചെയ്തൊക്കെ ഇന്നത് ഇന്നെടുത്ത് എന്നുള്ളൊരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണ്. ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് പാർട്സ്, ഓർഡർലി അറേഞ്ച്മെൻറ്റും ആണ്. ഈ അറേഞ്ച്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്സും തമ്മിലും ബന്ധമുണ്ടായിരിക്കും. അതായിരിക്കും ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻ്റർ റിലേഷൻഷിപ്പും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. ഇൻ ദ അറേഞ്ച്മെൻറ്റ്സ് എവറി പാർട്ട് ഹാസ് എ ഫിക്സഡ് പ്ലേസ് ആൻഡ് എ ഡെഫിനിറ്റ് റോൾ ടു പ്ലേ. അങ്ങനെ നമ്മൾ ഓരോ പാർട്സിനെ ഓരോടത്തും നമ്മൾ അറേഞ്ച് ചെയ്തല്ലോ. ഈ അറേഞ്ച് ചെയ്ത ഓരോ പാർട്ടിനും അതാത് പ്ലേസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റോളും ഉണ്ടായിരിക്കും. ഓക്കെ, ദ പാർട്ട് ആർ ബൗണ്ടഡ് ബൈ ഇൻ്ററാക്ഷൻ. ഈ പാർട്സ് എല്ലാം, അതായത് എവിടെയൊക്കെയാണോ എന്നൊക്കെയാണോ അറേഞ്ച് ചെയ്തേക്കുന്നത്, ആ പാർട്ടെല്ലാം തന്നെയും തമ്മിൽ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഹ്യൂമൻ ബോഡി കൺസിഡർ ചെയ്യാം. ഹ്യൂമൻ ബോഡിയിൽ കണ്ണ് ഇന്നടുത്ത് തന്നെ വേണം, മൂക്ക് ഇന്നടുത്ത് തന്നെ വേണം, വാ ഇന്നടുത്ത് തന്നെ വേണം, ചെവി ഇന്നടുത്ത് തന്നെ വേണം, പോട്ട് ഇൻസൈഡ് നമ്മുടെ ഹ്യൂമൻ ബോഡി ഇൻസൈഡ് പോകുന്ന സമയത്ത് ഹാർട്ട് ഇന്നടുത്ത് വേണം, കിഡ്നി ഇന്നടുത്ത് വേണം. ഇതെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ ഇല്ലേ? ഉണ്ട്. ഹാർട്ട് വർക്ക് ചെയ്തില്ല, നമ്മുടെ ഫുൾ ബോഡി ഫങ്ഷൻ തന്നെ നിലച്ചു പോകില്ലേ? അതുപോലെ തന്നെ കിഡ്നി എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് ആയി അങ്ങനെയായി ഇങ്ങനെയായി നമ്മുടെ പാർട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ ഹോൾ ബോഡി അത് എഫക്റ്റ് ചെയ്യില്ലേ? ഒറ്റ ഒരു പാർട്ടിനാണ് ബുദ്ധിമുട്ട് വരുന്നത്, ബട്ട് ദ എൻ്റയർ ബോഡി വിൽ എഫക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സൊസൈറ്റി. അപ്പം ഒരു ഹ്യൂമൻ ബോഡിയുടെ കാര്യം മനസ്സിലായല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പം ഒരു റൂമിനകത്ത് തന്നെയുള്ള ഓരോന്നും ഇന്നടുത്തിരിക്കണമെന്നുണ്ട്. ആ ഇന്നടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തപ്പി പിന്നെ നടക്കത്തില്ലേ? നമ്മുടെ മൈൻഡിനെ പോലും അത് എഫക്റ്റ് ചെയ്യും. കണ്ടില്ല എന്നുള്ളത്, അത് ഞാൻ അവിടെ വെച്ച് കണ്ടില്ലല്ലോ എന്നുകൊണ്ട് നമ്മളത് തപ്പി ഒരു പരുവാകത്തില്ലേ എന്ന് പറയുന്നത് പോലെ ആ ഒരു പാർട്ടെന്ന് പറയുന്നത് ഒരു ഇൻ്ററാക്ഷനുമായിട്ട് ബൗണ്ടഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ സോഷ്യൽ സിസ്റ്റം എന്താണ് നമുക്ക് നോക്കാം. സിസ്റ്റം എന്തോ നമ്മൾ നോക്കി. അപ്പം സോഷ്യൽ സിസ്റ്റം, ദ ടേം സോഷ്യൽ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ടാൽക്കോട്ട് പാസൺ. ടാൽക്കോട്ട് പാസനാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടാൽക്കോട്ട് പാസൺ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ് ആൻഡ് എ സ്കോളർ. ഓക്കെ, ആൻഡ് ഹീ ഈസ് ആൻ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ്. ടാൽക്കോട്ട് പാസൺ ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഹീ ഇൻട്രൊഡ്യൂസ് ദ തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ ആൻഡ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഇദ്ദേഹം സോഷ്യൽ സിസ്റ്റത്തിന് മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ടേം മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സോഷ്യൽ ആക്ഷൻ എന്താണെന്നും സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിനെ പറ്റിയിട്ടും ടാൽക്കോട്ട് പാസൺ തന്നെയാണ് തിയറീസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെടുക്ക് തന്നെ സോഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഐഡിയയും ഇദ്ദേഹം തന്നെയാണ് തന്നത്. എന്താണ് സോഷ്യൽ സിസ്റ്റം? സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്സ് ഹാവിങ് ഫിക്സഡ് പ്ലേസ് ആൻഡ് എ റോൾ ടു പ്ലേ ആൻഡ് പാർട്സ് ആർ ബൗണ്ടഡ് ബൈ ഇൻ്ററാക്ഷൻ. ആദ്യത്തെ ആ ഒരു സ്ലൈഡിൽ പറഞ്ഞത് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക, ഒറ്റ ഇതിനകത്ത് പറഞ്ഞേക്കാണ്. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പാർട്ടാണ്. ഹാവിങ് ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കും ആൻഡ് ഫിക്സഡ് റോൾസ് ഉണ്ടായിരിക്കും അവർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ഈ പാർട്സ് എല്ലാം തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്റ്റഡും ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർ റിലേറ്റഡും ആയിരിക്കും. ആൻഡ് ദിസ് സോഷ്യൽ സിസ്റ്റം signifies patterned relationship among consistent part of a structure based on the functional relationship. ഈ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ സോഷ്യൽ സിസ്റ്റം സിഗ്നിഫൈസ് ചെയ്യുന്നത് പാറ്റേൺഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും എമംഗ് കൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്താണോ ഫങ്ഷൻ. നമ്മളിപ്പോൾ ഒരു സൊസൈറ്റീനെ കൺസിഡർ ചെയ്യുകയാണ്. സൊസൈറ്റിയിൽ നമുക്കൊരു റോൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്താണോ ഫങ്ഷൻ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്കൊരു റോള് തരുന്നത്, അല്ലെങ്കിൽ ആ ഒരു
ഫങ്ഷണൽ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ ഒരു നമ്മുടെ നിലനിൽപ്പും ഉണ്ടാവുന്നത് ഒരു സോഷ്യൽ സിസ്റ്റത്തിനകത്ത്. ആൻഡ് സൊസൈറ്റി ഇസ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ. സൊസൈറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻറ്ററാക്ഷനും അത് കണക്ക് തന്നെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ദ ഇൻഡിവിജ്വലും കൂടി ചേരുന്ന ഒന്നാണ് സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓഫ് ദ സ്ട്രക്ചർ ഫോംഡ് ബൈ ദർ റിലേഷൻ. സോഷ്യൽ ഇൻറ്ററാക്ഷൻ വേണം, ഇൻ്റർ റിലേഷൻഷിപ്പ് വേണം. ആ ഇൻ്റർ റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന റിലേഷൻസും സൊസൈറ്റിക്ക് ആവശ്യമാണ്. ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ബേസ്ഡ് ഓൺ ഷെയർഡ് നോംസ് ആൻഡ് വാല്യൂസ്. ഈ സോഷ്യൽ ഇൻറ്ററാക്ഷൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് മെയിൻലി ബേസ്ഡ് ഓൺ ദ ഷെയർഡ് നോംസ് ആൻഡ് വാല്യൂസ്. സൊസൈറ്റിയാണ്, സൊസൈറ്റിയിൽ ചില എന്താ പറയുന്ന ഒരുപാട് നോംസും ഒരുപാട് വാല്യൂസും ഉണ്ടാവും. ഈ വാല്യൂസും നോംസും ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സൊസൈറ്റിയിൽ ഇൻറ്ററാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ത്രൂ ദിസ് ഇൻറ്ററാക്ഷൻ മാത്രമേ സോഷ്യൽ സിസ്റ്റം എന്താ പറയുക അപ്രോപ്രിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോഷ്യൽ സിസ്റ്റം അപ്രോപ്രിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇതെല്ലാം തന്നെയും ഇൻ്റർ റിലേറ്റഡ് ആണ് കേട്ടോ. ഇൻ ദ പ്രോസസ് ഓഫ് ദിസ് സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം വൺ ഇൻഫ്ലുവൻസ് അതർ ആൻഡ് ദ ഗ്രൂപ്പ് ആർ ഫോംഡ്. ഈ ഒരു പ്രോസസ്സ് വഴി അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ത്രൂ എന്നാ പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഇൻറ്ററാക്ഷനും ഷെയർഡ് നോംസും വാല്യൂസും ഈ എല്ലാ പ്രോസസ്സും വഴി വൺ ഇൻഫ്ലുവൻസ് അതേഴ്സ് ആൻഡ് ദ ഗ്രൂപ്പ്സ് ആർ ഫോംഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പുറത്തുള്ള നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള നെയ്ബേഴ്സ് നോക്കുകയാണെങ്കിൽ അപ്പുറത്തുള്ള ആർക്കൊരു ബുദ്ധിമുട്ട് വന്നു, നമ്മളുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ദ ഒബ്വിയസ്ലി മീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളോടൊന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാ ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിക്കത്തില്ലേ. ത്രൂ ദിസ് റിലേഷൻ അല്ലേ അത് ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അതിന് തന്നെ ഒരു ഗ്രൂപ്പും ഫോം ആവും. ഓക്കെ, ആൻഡ് ഓൾ ആർ ബൗണ്ടഡ് ബൈ വൺനെസ് ആൻഡ് ദ പാറ്റേൺ ദാറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ social system. So all